ഹലോ, വെൽക്കം ബാക്ക് ടു ശ്രീയു ക്രിയേറ്റീവ് വേൾഡ്. കണ്ണൂർ ജില്ലയിലെ തട്ടുകടകളിലെ ഫേമസ് ആയ കോഴിക്കാല് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളും അതുപോലെ വളരെ ടേസ്റ്റിയുമായ, ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഈ 4 മണി പലഹാരം എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കിഴങ്ങാണ്. തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നീളത്തിൽ ചെറിയ പീസുകളായി അരിഞ്ഞിടുക. ശേഷം കിഴങ്ങിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് മാറ്റിവെക്കുക. അടുത്തതായി മല്ലിച്ചപ്പ്, കറിവേപ്പില, വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് ക്രഷ് ചെയ്യുക. അടുത്തതായി കോഴിക്കാലിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനായി 1.5 കപ്പ് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് കായം, മല്ലിപ്പൊടി, ആവശ്യമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല, അത് ഓപ്ഷണലാണ്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് ഈ പരുവത്തിൽ കുഴക്കുക. ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് മിക്സ് ചെയ്യുക. നേരത്തെ മാറ്റി വെച്ച കിഴങ്ങ് ഇതിലോട്ടിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഒരു കൈപ്പിടി വണ്ണത്തിൽ എടുത്ത ശേഷം എണ്ണയിലോട്ട് ഇടാം. ഇതിലേക്കുള്ള കൂട്ട് നല്ല ടൈറ്റായി തന്നെ കുഴച്ചെടുക്കണം. കൂട്ട് അധികമായാൽ നടുവശം വേവാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂട്ട് നല്ല ടൈറ്റായി തന്നെ കുഴച്ചെടുക്കണം. ലൂസായാൽ കിഴങ്ങിലെ കൂടി വെള്ളം വരുമ്പോഴത്തേക്കും വല്ലാതെ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കാലിൻ്റെ നിറം ചെറുങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായി എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ റെസിപ്പി. തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.